ഹലോ. അപ്പോഴേ നീ ഹലോ കേസ് പറയുന്നതിനെല്ലാം ആൾക്കാർ നിന്നെ വഴക്കുണ്ടാക്കുന്നുണ്ട്, കുഞ്ഞിനെ ഫോൺ കൊടുക്കുന്നു പറഞ്ഞു. പിന്നെ നിങ്ങളാരും അങ്ങനെയൊന്നും പറയുന്നത്. എന്റെ കൊച്ചിനെ 3 വയസ്സുള്ളപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അന്ന് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്റെ ആമിയായിരുന്നു അല്ലേ? ആമിയായിരുന്നു. ആമിക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ചേമ്മ ക്രിയേഷൻസ് എന്ന് പറഞ്ഞൊരു ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി. എന്ന് വെച്ച് എന്റെ കൊച്ചു ഫോണിന് അഡിക്റ്റ് ഒന്നും ആയില്ല ഇതുവരെ അല്ലേ? അമ്മ അങ്ങനെ ഫോൺ കൊടുക്കാറില്ല. പിന്നെ വീഡിയോസിന് വേണ്ടി അമ്മ നിർബന്ധിച്ചിരുത്തിയാണ് കൊച്ചിനെ കൊണ്ട് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ എന്റെ കൊച്ചു അങ്ങനെ നശിച്ചൊന്നും പോകത്തില്ല. ഫോൺ കിട്ടിയ കുഞ്ഞ് വായി പോകും. എന്റെ കുഞ്ഞിന് ഫോണും സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്റെ കൊച്ചങ്ങനെ ആവശ്യമില്ലാത്ത സമയത്താണ് ഉപയോഗിക്കാറില്ല. ടാബില്ല. തള്ളിയത് മതി. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പുതിയൊരു ബിസിനസ്സിന് പുതിയൊരു ചെറിയ ചുവടുവയ്പ്പ് നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ മഴയാണ്, ഇന്ന് കാലത്തെ വെയിലായിരുന്നു, ഇപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് ഒരു കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്യണം. പുതിയൊരു ചുവടുവയ്പ്പ് നടത്താമെന്ന് വിചാരിച്ചു. ഒരു ക്ലൗഡ് കിച്ചൺ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. നാളെ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൽ കൊണ്ടുവരുന്നത് ഉച്ചയൂണാണ്. ലഞ്ചാണ്. അതും ഒരു പാത്രത്തിൽ ഒരു ഉച്ചയൂണ് പദ്ധതി, അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കറികളും മീൻ പൊരിച്ചതും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു ചോറ്. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കുക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ കൈമുതലായിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാണ്. ബിരിയാണിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഊണിൽ തുടങ്ങുകയാണ്. നാളെയാണ് നമ്മൾ അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഫ്രൂട്ട് സലാഡുമായിട്ട് പോയിട്ട്, ഫ്രൂട്ട് സലാഡ് ഇപ്പം എന്താണ്, ഒന്നുകിൽ നല്ല വെയിലായതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ മഴയാണ്. അപ്പോൾ നമുക്ക് 2 കാലാവസ്ഥയിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ചെയ്തെന്ന് ഇത്രയും നാൾ ആലോചിച്ച് നമ്മൾ ആലോചിക്കുന്നതെല്ലാം മറ്റുള്ളവർ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ കുന്തം വിഴുങ്ങി വീണ്ടും ഇരിക്കുകയാണ് കേട്ടോ. കാരണം ആലോചന മാത്രമേ ഉള്ളൂ, നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ടൈം എടുക്കും. അതുകൊണ്ട് പുതിയൊരു ക്ലൗഡ് കിച്ചൺ നാളെ മുതൽ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഊണിലാണ് തുടങ്ങുന്നത് കേട്ടോ, ഉച്ചയൂണിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ബോക്സ് ലഞ്ചാണ്. അപ്പോൾ ലഞ്ചിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഗുണമേന്മയും ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഊണ് തരുന്നത്. എന്താണ് അല്ലേ? പിന്നെ ഈ ബിസിനസിന്റെ ലാഭമല്ല എനിക്കും, നഷ്ടമല്ല എൻ്റെ അംബാസിഡർക്കും വേണ്ടി. പൈസ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് കലം വാങ്ങിച്ചു, കലം മാത്രം വിൽക്കണേ. അപ്പം ആ കലം വാങ്ങിച്ച പൈസക്ക് നമ്മൾ തോന്നിയ കലം വാങ്ങൂലേ, അപ്പം നമ്മൾ 10 രൂപ ചിലപ്പം കൂട്ടിക്കൊടുക്കത്തില്ലേ. അപ്പം ആ 10 രൂപയെ അമ്മയ്ക്ക്, ആ കലം വാങ്ങിച്ച പൈസ എനിക്ക്. പക്ഷേ നോട്ട് ദ പോയിന്റ്, കലം ഒരു വട്ടേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. കലമല്ല ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ബിരിയാണി നീ ഇനി വാ തുറക്കരുത്. അപ്പോൾ ഇതെന്റെ ബ്രാൻഡ് അംബാസിഡറാണ്. എന്റെ ബ്രാൻഡ് അംബാസിഡർ ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടെ പൊങ്കാലയിടാൻ വരരുത് കേട്ടോ. പാവമാണ്. എനിക്ക് ജീവിക്കാൻ വേണ്ടി ഏക പ്രതീക്ഷ ഈ സാധനമാണ് കേട്ടോ. ഇതിന് നിങ്ങൾ എല്ലാവരും കൂടെ പൊങ്കാലയിടാൻ വരരുത്. പാവം വെച്ചാണ് 2 ദിവസം ഞാൻ പനി പിടിച്ചൊക്കെ കിടന്നു. അമ്മനെ പൊന്നു പോലെ നോക്കിയ മോളാണല്ലേ. എനിക്ക് ഇനി തൊട്ട് 100 രൂപ തരണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ബംഗാളി ചോട്ടൂന് 100 രൂപ ഡെയിലി കൊടുക്കണം. നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ നാളെ മുതൽ നമ്മൾ ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരുടെയും ഇതുവരെയുള്ള സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പിന്നെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ നാളെ പറയാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന മുളക് പൊടി, വെളിച്ചെണ്ണ, തേങ്ങ അതെല്ലാം നമ്മൾ ശുദ്ധമായിട്ടുള്ളത് മില്ലിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈകിട്ട് പച്ചക്കറി, മീൻ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള ഫുഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.